ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. കാട്ടൂർ സ്വദേശിനിയുടെ 8.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചത്. പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ 1 ഏക്കർ കതിരിട്ട നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം നാളെ ആഘോഷിക്കും. പന്തലുകൾ ഇന്ന് വൈകിട്ട് ദീപാലംകൃതമാകും. നാളെ രാവിലെ 8 മുതൽ ഗതാഗത നിയന്ത്രണം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം നാളെ ബാംഗ്ലൂരുവിലെ ബനാർഘട്ടയിൽ. കേസ് അന്വേഷണം കർണാടക CID ഏറ്റെടുത്തു. റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. സ്വർണവിലയിൽ വൻ ഇടിവ്. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,720 രൂപ. തുടർച്ചയായ 2ാം ദിവസമാണ് വില ഇടിയുന്നത്. വാർത്തകൾ വിശദമായി. കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. 2003 മരിച്ച കാട്ടൂർ സ്വദേശി റംലത്തിന്റെ 8.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചിരുന്നത്. റംലത്തിന്റെ മക്കൾ പ്രായപൂർത്തിയാകുന്നതുവരെ സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് കോടതി റവന്യൂ വകുപ്പിനെ ഏൽപ്പിച്ചത്. എന്നാൽ മക്കൾക്ക് പ്രായപൂർത്തിയായ ശേഷം ആഭരണങ്ങൾ തിരികെ വാങ്ങാൻ എത്തിയപ്പോഴാണ് സൂക്ഷിച്ചിരുന്ന സ്വർണം മുക്കുപണ്ടമാണെന്ന വിവരം പുറത്തറിയുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ സൂക്ഷിച്ച സ്വർണം മാറ്റപ്പെട്ടത് അതീവ ഗൌരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനാണ് കളക്ടറുടെ ഉത്തരവ്. വരൾച്ച രൂക്ഷമാകുന്നു. പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കിഴക്കേക്കര ഞാലിൽ സുജാതയുടെ 1 ഏക്കർ കതിരിട്ട നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. ഏകദേശം 50,000 രൂപ വില ലഭിക്കേണ്ട നെല്ലാണ് കരിഞ്ഞത്. പാടശേഖരത്തോട് ചേർന്നുള്ള ക്ഷേത്രക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് സാധാരണ ജലസേചനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇത് ലഭിക്കാതിരുന്നത് കൃഷി നശിക്കാൻ ഇടയാക്കിയെന്ന് സുജാതയുടെ ഭർത്താവ് പരമേശ്വരൻ പറഞ്ഞു. കടവല്ലൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. കൊയ്ത്തു പൂർത്തിയായ കർഷകർക്ക് മാത്രമാണ് ആശ്വാസം. കൊള്ളഞ്ചേരി, ഒറ്റപ്പിലാവ് എന്നിവിടങ്ങളിൽ ഇനിയും കൊയ്യാനുണ്ട്. മേഖലയിൽ ജലസേചനത്തിന് ആശ്രയിച്ചിരുന്ന തോടും വറ്റിത്തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാക്കുന്നു. TCV ന്യൂസ്, കുന്നംകുളം. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം നാളെ ആഘോഷിക്കും. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി എഴുന്നള്ളിപ്പുകൾ രാവിലെ 11 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉച്ചതിരിഞ്ഞ് കണിമംഗലം, കണ്ണൻകുളങ്ങര, വെളിയന്നൂർ ദേശങ്ങളുടെ നേതൃത്വത്തിൽ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകിട്ട് 7 മുതൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി 8-ന് കിഴക്കൂട്ട് അനിയന്മാരാർ, കലാമണ്ഡലം ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ശതപഞ്ചാരി ആൽത്തറമേളം നടക്കും. തിങ്കളാഴ്ചയാണ് ആറാട്ട്. ചൊവ്വാഴ്ച നടക്കുന്ന പള്ളിവേട്ടയോടെ ഉത്സവത്തിന് സമാപനമാകും. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ദേശങ്ങളുടെ പന്തലുകൾ ഇന്ന് വൈകിട്ട് ദീപാലംകൃതമാകും. തൈപ്പൂയത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം തുടരുന്നു. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TJ ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഡോക്ടർ CJ റോയിയുടെ ഫോണുകളുടെ വിശദമായ പരിശോധനയും നടത്തും. അതിനിടെ കേസിന്റെ അന്വേഷണം കർണാടക സർക്കാർ CIDക്ക് കൈമാറി. അതേസമയം റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം നാളത്തേക്ക് മാറ്റി. ബന്ധുക്കൾ വിദേശത്ത് നിന്നെത്താൻ വൈകുന്നതിനാലാണ് സംസ്കാരം മാറ്റിയത്. ഇന്ന് സംസ്കാരം നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ബനാർഘട്ടയിലെ റോയിയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിലാണ് സംസ്കാരം.
സ്വർണ്ണവിലയിൽ വൻ പവന് 6320 രൂപ കുറഞ്ഞു. 1,17,760 രൂപയായി. ഗ്രാമിന് 790 രൂപ കുറഞ്ഞ് 14,720 രൂപയായി. തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണത്തിന് വിലയിടിയുന്നത്. കേന്ദ്ര ബജറ്റ് നാളെ. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത് ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കുന്നത്. തുടർച്ചയായി 9 ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ഇതോടെ നിർമ്മല സീതാരാമന് സ്വന്തമാകുകയാണ്. ആദായ നികുതിയിലടക്കം പുതിയ പരിഷ്കാരങ്ങൾ വരുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 5, 9, 10, 11 തീയതികളിൽ ബജറ്റിന്മേൽ പാർലമെന്റിൽ ചർച്ച നടക്കും. 11-ന് ധനമന്ത്രി മറുപടി നൽകും. ഇ. ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത കുറവ് ഈ പദ്ധതിക്കാണ്. ഇ. ശ്രീധരനാണ് കോൺഗ്രസ് ഭരണകാലത്ത് കൊങ്കൺ റെയിൽവേ പൂർത്തീകരിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂഡിലല്ല താനെന്നും എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റിന് സമീപം KSRTC ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. അരമണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 5:30യോടെയായിരുന്നു അപകടം. തൃശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസും ഒല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോ ടാക്സിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോ ടാക്സിയുടെ മുൻഭാഗം പൂർണ്ണമായും ബസിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. മാളാക്കുഴൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പട്ടേപ്പാടം സ്വദേശി കുട്ടൻചിറപ്പറമ്പിൽ ബീരാനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് SFI പ്രവർത്തകനായ ഫാസിൽ കൊല്ലപ്പെട്ട കേസിൽ കുറ്റക്കാരെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച BJP പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ സംശയാസ്പദമായി കേസ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് മുഴുവൻ പ്രതികളെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത്. 2013 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 4 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 38 സാക്ഷികൾ വിസ്തരിക്കുകയും 131 രേഖകൾ ഹാജരാക്കുകയും ചെയ്തെങ്കിലും സംശയാസ്പദമായി കേസ് തെളിയിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് 14 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് PS ഈശ്വരൻ, അഡ്വക്കേറ്റ് TC കൃഷ്ണൻ നാരായണൻ, അഡ്വക്കേറ്റ് അക്ഷയ് ബാബുരാജ്, അഡ്വക്കേറ്റ് K സജിത്ത് എന്നിവർ ഹാജരായി. ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം. മദ്യപാനം, രാസലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ പ്രവർത്തികൾ ഇവിടെ സ്ഥിരം സംഭവമായി മാറി. ആരുടെയും കണ്ണെത്താത്ത ഭാഗമായതിനാൽ ഇതിനായി എത്തുന്നവർക്ക് മറ്റു തടസ്സങ്ങളുണ്ടാകുന്നില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടലിലും എത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ വിപണനവും ഇവിടെ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് തൊട്ടടുത്ത പുഴയിൽ മുങ്ങി മരിക്കാനിടയായ സംഭവം ഇവിടെ നടക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. 2 ആഴ്ച മുൻപും പാലത്തിന് മുകളിൽ നിന്ന് ഒരു യുവാവ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. പുഴയുടെ മേലൂർ ഭാഗത്തെ കരയിൽ നിന്നും പാലത്തിന് അടിയിലേക്ക് ഇറങ്ങാൻ പടവുകളുണ്ട്. കുളിക്കടവ് എന്ന സമ്പ്രദായം ഇല്ലാത്തതിനാൽ പരിസരവാസികൾ ആരും ഇവിടെ വരാറില്ല. മത്സ്യം പിടിക്കുന്നതിന് മാത്രം കടവിലെത്തുന്നവരാകട്ടെ ഇതിനെതിരെ പ്രതികരിക്കാറുമില്ല. പോട്ടയിലെ യുവാവിന്റെ മരണത്തോടെ വെട്ടുകടവ് പാലത്തിനടിയിലെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വീണ്ടും ചർച്ചയായി. കൊരട്ടി, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതിയും നൽകി. പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം MS ബിജു ആവശ്യപ്പെട്ടു. ഈ പ്രദേശം മുഴുവൻ ആളുകളും വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ അവർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഈ പാലത്തിനടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേര് മദ്യം മാത്രമല്ല മറ്റ് എല്ലാവിധ ലഹരിയുടെ ഉപയോഗം കൂടെ നടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികള് അത് ശ്രദ്ധിക്കണം. അതുപോലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഇങ്ങടെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനും പറ്റും. പക്ഷെ ഈ സാമൂഹിക വിരുദ്ധര് വന്ന് തമ്പടിക്കുന്ന കാരണം തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാളും ഇങ്ങോട്ട് താഴേക്ക് വരുന്നില്ല. അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. TCV ന്യൂസ്
ചാലക്കുടി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. AISF തൃശൂർ ജില്ലാ പ്രവർത്തക യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ ബഡ്സ് കലോത്സവം തൃശൂരിൽ നടന്നു. മന്ത്രി R ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 3 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. 20ഓളം സ്ഥാപനങ്ങളിൽ നിന്നായി 400ഓളം പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കടപ്പുറത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാര പുതിയ റോഡ് ബീച്ച് സ്വദേശി മുല്ലോത്ത് റോബർട്ടിന്റെ മകൻ ജോഫിയാണ് മരിച്ചത്. പുതിയ റോഡ് ബീച്ചിന് വടക്കുവശമാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം കാവലക്കാട് ദേവീക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. 16 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരുന്നു. കൂട്ടി എഴുന്നള്ളിപ്പിന് കക്കാട് രാജപ്പന്മാരാരുടെ പ്രമാണം വഹിച്ച പാണ്ടിമേളം അകമ്പടിയായി. കൊമ്പൻ, പാക്കത്ത് ശ്രീകുട്ടൻ, ഭഗവതിയുടെ തിടമ്പേറ്റി. രാത്രി നടന്ന വെടിക്കെട്ട് പൂരപ്രേമികൾക്ക് ദൃശ്യവിരുന്നുമായി മാറി. നിയന്ത്രണങ്ങളുടെ പേരിൽ 10 വർഷമായി വെടിക്കെട്ട് നടത്താറില്ലായിരുന്നു. ഒരു സെന്റ് സ്ഥലം പോലും സ്വന്തമായില്ലാത്ത ഭാനുപ്രകാശിന് കൃഷി ജീവവായുവാണ്. പഴയന്നൂർ സ്വദേശിയായ ഭാനുപ്രകാശ് വർഷങ്ങളായി സുഹൃത്തുക്കളുടെ കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. പയർ, പാവൽ, മുളക്, വഴുതന, വെണ്ട, മത്തൻ, കുമ്പളം, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി കൃഷികൾ ജൈവരീതിയിൽ ചെയ്തുവരുന്നു. കൂടാതെ ചെണ്ടുമല്ലി പോലെയുള്ള പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറി എന്ന ചിന്തയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇന്ന് ഒരു വരുമാന മാർഗം കൂടിയാണ്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റേതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രദേശവാസികൾ കാലത്ത് 6 മണിക്ക് മുമ്പ് തന്നെ ഭാനുപ്രകാശിന്റെ തോട്ടത്തിലെത്തി പച്ചക്കറികൾ വാങ്ങുന്നത് ഇപ്പോൾ നിത്യകാഴ്ചയായി മാറി. മാധ്യമപ്രവർത്തകൻ കൂടിയായ ഭാനുപ്രകാശിന് സഹായിയായി ഭാര്യ രേഖ ഒപ്പമുണ്ട്. TCV ന്യൂസ്, ചേലക്കര. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവർക്ക് പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശശികുമാർ കൊടക്കാടത്ത് ചെയർപേഴ്സണെയും V മുരളി വൈസ് ചെയർപേഴ്സണെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. രാജശേഖരൻ കടമ്പാട്ട്, ജോൺസൺ പോണല്ലൂർ, ലിൻഡോ ജോണി ചിറ്റിലപ്പള്ളി, TK സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊണ്ടാഴി യൂണിറ്റ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് T വസന്തകുമാരി അധ്യക്ഷയായിരുന്നു. ഭാരവാഹികളായ KS ജോർജ്, P ഗോവിന്ദൻകുട്ടി, AP വിശ്വനാഥൻ, AT ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.
ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് എന്നിവരെ ആദരിച്ചു. അയ്യന്തോൾ കോസ്റ്റ് ഫുഡിൽ ആദരവ് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അജി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, അഡ്വക്കേറ്റ് PK അബ്ദുൾ റഹ്മാൻ, അഡ്വക്കേറ്റ് ബിജു തോമസ്, അഡ്വക്കേറ്റ് PN സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച BJP സർക്കാരിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം നടത്തി. അരിമ്പൂരിൽ നടന്ന ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P മണികണ്ഠൻ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. അരിമ്പൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. മുരളി പെരുന്നലി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KN സലിജ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB രാധാകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അമല മെഡിക്കൽ കോളേജ് നേത്രരോഗ വിഭാഗം ആരംഭിച്ച ഗിഫ്റ്റ് എ ഗ്ലാസ് പദ്ധതിയിലൂടെ കണ്ണടകളുടെ വിതരണോദ്ഘാടനം അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര നിർവഹിച്ചു. ഉപയോഗശൂന്യമായ പഴയ കണ്ണടകളുടെ ഫ്രെയിമുകൾ ശേഖരിച്ച് നന്നാക്കി പുനരുപയോഗിക്കുന്നതിനായി നൽകുന്നതാണ് പദ്ധതി. അമല ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ഡെൽജോ പുത്തൂർ, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമ്മൽ, നേത്രരോഗ വിഭാഗം മേധാവി ഡോക്ടർ ലതിക തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനത്തിന് ശ്രീനാരായണപുരത്ത് നടന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MS മോഹൻദാസ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, KK ഹാഷിഖ്, ആഷിന വലിയകത്ത്, ശ്രീരാജ്, മിഥുൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ലോകത്തെമ്പാടും നടക്കുന്ന സകല രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞിരിക്കും. അത് പറയാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ട സഖാക്കളെ, DYFI 1980 രൂപീകരിക്കുമ്പോൾ സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെയും OISCA ഇന്റർനാഷണലിന്റെയും ആഭിമുഖ്യത്തിൽ നെല്ലിക്ക പാനീയങ്ങൾ വിപണിയിൽ എത്തിച്ചതിന്റെ 15ാം വാർഷികാഘോഷം തൃശൂരിൽ സംഘടിപ്പിച്ചു. നെല്ലിക്ക ജ്യൂസുകളുടെ ഉപയോഗം കൂടുതൽ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർഷികാഘോഷം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ TK ഹൃതിക് അധ്യക്ഷത വഹിച്ചു. നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ KS രജിതൻ, ഡോക്ടർ B രാമനാഥൻ, DMO ഡോക്ടർ ബീന കുമാരി, ഡോക്ടർ ET നീലകണ്ഠൻ മൂസ്, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രസായന ഔഷധമാണ് യഥാർത്ഥത്തിൽ നെല്ലി. ഔഷധ രംഗത്ത്, ആയുർവേദ രംഗത്ത് നേരിൽ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഔഷധിയുടെ ക്യാൻറ്റീൻ എത്തുന്നത് കൂടി ഒല്ലൂരിനെ പരിചയപ്പെടുത്താനും ഇടപെടുത്താനും ഒല്ലൂർ കൃഷി മറക്കാതെ പോകേണ്ട ഒരാളാണ് നമ്മുടെ കൂട്ടത്തിലില്ലെങ്കിലും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് അദ്ദേഹം നമ്മൾ ശരിക്കാൻ ഇങ്ങനെയാണ് കൂടുന്നത്. അത് ജീവിതത്തെ എഴുത്തും വായനയും ചേർത്ത് നെയ്തെടുക്കുകയാണ് കടപ്പുറം സ്വദേശിയായ അഹമ്മദ് മൊയിനുദ്ദീൻ. ചിന്ത പബ്ലിക്കേഷൻസിലെ ജീവനക്കാരനായ മൊയിനുദ്ദീന് അക്ഷരങ്ങൾ തന്നെയാണ് അടുത്ത കൂട്ടുകാർ. ഇത് അഹമ്മദ് മൊയിനുദ്ദീൻ. പേര് കേട്ടാൽ ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ വരികൾ കേട്ടാൽ തീർച്ചയായും ഇദ്ദേഹത്തെ തിരിച്ചറിയും. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും.
50ഓളം ഗസൽ ഗാനങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, കഥകൾ, 2 സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ തുടങ്ങി നിരവധി രചനകൾക്ക് പിന്നിലെ തൂലിക മൊയ്നുദ്ദീന്റേതാണ്. കടപ്പുറം പഞ്ചായത്തിൽ PR കുഞ്ഞിമോന്റെയും ചാലിൽ ഷെരീഫിയുടെയും ഇളയ മകനായ മൊയ്നുദ്ദീൻ 18ാമത്തെ വയസ്സിലാണ് എഴുത്തിന്റെ വഴി തിരഞ്ഞെടുത്തത്. ഗൾഫിൽ ഫോട്ടോഗ്രാഫറായും ഫാസ്റ്റ് ഫുഡ് മേഖലയിലും പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം പിന്നീട് തന്റെ തൊഴിലിടം കണ്ടെത്തിയത് പുസ്തകങ്ങൾക്കിടയിലാണ്. ഈ ഫീൽഡിലേക്ക് ഞാൻ വരാനുള്ള കാരണം പുസ്തകങ്ങളോടുള്ള ഒരു ഇഷ്ടം. നമുക്കതിന്റെ ഇടയിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുക. ഞാൻ ഒരു 10ാം ക്ലാസ് മുതൽ തന്നെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടൊക്കെ ആ കാലത്തിൽ എഴുതഗാനങ്ങൾ, പാട്ടുകളൊക്കെ അങ്ങനെ എഴുതി. പിന്നെ സ്കൂളിന് വേണ്ടി നാടകങ്ങൾ ചെയ്തിരുന്നു. 5-6 ഏകാംഗങ്ങൾ അന്ന് അക്കാലത്ത് ചെയ്തു. പിന്നെ ഇപ്പോൾ നാടകം വല്ലാണ്ട് ജമ്പ് ചെയ്ത് പോയി, നമ്മളെ പിടിച്ചൊന്നും തരാതെ. 18 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്ത പബ്ലിക്കേഷൻസിലെ പുസ്തകോത്സവ വിഭാഗത്തിലെ ജീവനക്കാരനായ മൊയ്നുദ്ദീൻ അക്ഷരത്തോണിയിലേറിയുള്ള തന്റെ പ്രയാണം തുടരുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. KM മാണിയുടെ 93ാമത് ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാരുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് താഴേക്കാടൻ, ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി, VM മാണി, ഹിറ്റ്ലസ് ചാക്കുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ കാർമ്മികത്വം വഹിച്ചു. കൈകാര്യന്മാരായ ഡെൻസൺ ഫ്രാൻസിസ്, ജിജോ ജോസ്, തിരുനാൾ ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്ര തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. രക്തസാക്ഷികളുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തുന്ന CPM വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് TM നവാസ് അധ്യക്ഷത വഹിച്ചു. ഞായറാഴ്ച നടക്കുന്ന പന്തല്ലൂർ പൂരം വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചു. വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിൽ 8 വർഷത്തിനു ശേഷമാണ് വെടിക്കെട്ട് നടത്തുന്നത്. ദേശമംഗലം സുരേന്ദ്രനാണ് വെടിക്കെട്ടിന്റെ ചുമതലക്കാരൻ. പകൽപൂരത്തിനു ശേഷം വൈകിട്ട് 7:30 വെടിക്കെട്ട് നടക്കും. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ആറാട്ടിനെഴുന്നള്ളിപ്പ് നടന്നു. ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാർ, പെരുവന്നം ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചവാദ്യം. ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളിപ്പും പാണ്ടിമേളം, കൊടിയിറക്കം എന്നിവ നടന്നു. RLV വൈജയന്തി കൃഷ്ണയും കേരള കലാക്ഷേത്രം വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച നൃത്താഞ്ജലി അരങ്ങേറി.
കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ 800 ദിവസം പിന്നിട്ടു. പി രാമൻകുട്ടി പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കർമ്മസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ അൻസാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുമേധൻ, വേണു വെണ്ണറ, CPM ലോക്കൽ സെക്രട്ടറി TP പ്രബീഷ്, PK സത്യശീലൻ, KC ജയൻ, PG നൈജി എന്നിവർ സംസാരിച്ചു. ഈ സമരം ആരെയും നമ്മൾക്ക് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ പോകാൻ പറ്റൂ എങ്കിലും പലപ്പോഴും പറയാറുണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. അത് നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. ചോദിക്കുന്നതെല്ലാം മുടന്ത ന്യായങ്ങൾ മാത്രമാണ്. 66 ഒരു റോഡ് ക്രോസിംഗിൽ വേണം CI ഓഫീസ് സിഗ്നലിന് പടിഞ്ഞാറ് വശത്തുള്ളവരായി ബൈപ്പാസ് നിർമ്മിച്ച സമയത്ത് അതിനുശേഷം തുടർച്ച പിന്നെ അവസാനം ഇവിടെ നമുക്കുള്ള പ്രതീക്ഷ നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇവിടെ ഒരു അംഗീകരിക്കുന്നു. ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ജാതി എന്തുകൊണ്ട് ഇതുവരെ നടപ്പിലാകുന്നില്ല. ആരംഭിച്ചതിന് ശേഷം പല ഭാഗങ്ങളിലുള്ളവർക്കും ഇതുകൊണ്ട് കണ്ടു തുറക്കുന്നില്ല. എല്ലാ എന്ന് പറഞ്ഞ നമുക്കറിയാം. അമ്പലത്തിന്റെ അപ്പുറത്തും ഉണ്ടായിരുന്ന 2 വഴി ഞാൻ ഈ നമ്മുടെ കൺവീനർ സൂചിപ്പിച്ചതുപോലെ 2010-11 കാലഘട്ടത്തിൽ സാഗരിക എന്ന് പറയുന്ന കുറെ യുവാക്കൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അന്തിക്കാട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട വനിതകൾക്കായുള്ള യോഗ പരിശീലനം പ്രോജക്ട് സമാപിച്ചു. അന്തിക്കാട് KRCM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന പരിശീലന പരിപാടികളുടെ സമാപനം പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാന്ത സോളമൻ, ഷാജി പുലിയടത്ത തുടങ്ങിയവർ പങ്കെടുത്തു. ക്രമം പാലിച്ചുകൊണ്ടുള്ള 4 ഘട്ടമുണ്ട്. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് സെന്ററിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിനിൽ ഡോക്ടർ VC ബിനോജ്, ദിനേശ് G എന്നിവർ വിഷയാവതരണം നടത്തി. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KR രാധിക, പ്രോഗ്രാം കൺവീനർ അനീഷ് വിജയൻ, ഷിഹാബ് അലി ചിറമനേങ്ങാട് എന്നിവർ സംസാരിച്ചു. കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ഏറ്റവും വലിയ സംഗീതൻ പറഞ്ഞത് അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന് ഭാഷ അതിന് സഹായകമാവുന്നു. ഈ ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ സിന്ധു തൈക്കാട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബബിമോൾ അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, വിൽവട്ടം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഭ, സ്കൂൾ പ്രധാന അധ്യാപിക ഷൈന എന്നിവർ പങ്കെടുത്തു. മാള മേലടൂരിൽ പത്ര ഏജന്റിനെ വെട്ടിയ കേസിൽ പ്രതി പിടിയിലായതായി സൂചന. കരാട്ടെ പരിശീലകനായ വലിയപറമ്പ് സ്വദേശിയാണ് പിടിയിലായതെന്നാണ് വിവരം. ഈ മാസം 24-ന് പുലർച്ചെ മേലടൂർ സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ വർഗീസിന്റെ 3 വിരലുകൾ അറ്റുപോയിരുന്നു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. പുല്ലാങ്കുഴൽ വാദകൻ രഘുനാഥൻ സാവിത്രി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃപ്രയാർ കേന്ദ്ര ചെയർമാൻ സന്തോഷ് വാര്യർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, ഭാരതീയ വിദ്യാഭവൻ ഓണററി സെക്രട്ടറി അജയകുമാർ, പ്രിൻസിപ്പൽ ലേഖ, വൈസ് പ്രിൻസിപ്പൽ ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. Of scholars that was a special kind of patience and little learners that school as a place a lasting legacy in every heart you touch. കയ്പമംഗലം പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ലുബ്ന ജുനൂബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ഷാഹിർ പഴുമ്പറമ്പിൽ, ICDS ഓഫീസർ KR വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു.
ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പ്രധാന അധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രോജക്ടുകളുടെ ആസൂത്രണത്തിനു വേണ്ടിയുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ കാര്യാട്ട, ബ്ലോക്ക് മെമ്പർമാരായ സന്തോഷ് കേരാച്ചൻ, ഇർഷാദ് K ചേറ്റുവ, സുധ KB തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാട്ടൂർ സ്വദേശിനിയുടെ 8.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചത്. പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പൂയക്കുളം സ്വദേശ് പാടശേഖരത്തിൽ കൃഷിയിറക്കിയ 1 ഏക്കർ കതിരിട്ട നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം നാളെ ആഘോഷിക്കും. പന്തലുകൾ ഇന്ന് വൈകിട്ട് ദീപാലങ്കൃതമാകും. നാളെ രാവിലെ 8 മുതൽ ഗതാഗത നിയന്ത്രണം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിലെ ബനാർഘട്ടയിൽ. കേസ് അന്വേഷണം കർണാടക CID ഏറ്റെടുത്തു. റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. സ്വർണ്ണവിലയിൽ വന്നിടിവ്. പവന് 6,320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,720 രൂപ. തുടർച്ചയായ 2ാം ദിവസമാണ് വില ഇടിയുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.